നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. മഷ്റൂം ഉണ്ടല്ലോ, കൂണും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ച് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മഷ്റൂം വെച്ചിട്ട് ഇതിന് മുമ്പ് ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കറിയായിട്ടും അതുപോലെ മഷ്റൂം ബിരിയാണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു തോരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. മിക്സഡ് തോരനാണ്. അപ്പോൾ അത് മഷ്റൂമിൻ്റെ ഗുണങ്ങളും അറിയാമല്ലോ. നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് മഷ്റൂം കൃഷി ചെയ്യുന്നുണ്ട്, കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഷ്റൂം വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടൺ മഷ്റൂം ആണെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് മഷ്റൂമും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ച് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത്. ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് 200 ഗ്രാം മഷ്റൂമാണ്. അതിൻ്റെ കൂടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാളയുടെ പകുതി എടുത്തു, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായി കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം മഷ്റൂം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കുറച്ചുകൂടെ ചെറുതാക്കണം. വളരെ ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞു കൊടുക്കുന്നത്. ഇനി ക്യാരറ്റും ഇതുപോലെ തന്നെ അരിഞ്ഞു കൊടുക്കണം. നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോപ്പർ വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് സവാളയും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തത്. അപ്പോൾ കൂടുതൽ സവാള വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കാം. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ, സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ഇപ്പം തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വഴണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വന്നാൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു കൊടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂണോളം തേങ്ങ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ ഈ ഒരു കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാം. മഷ്റൂം ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ ശരിക്കും മഷ്റൂമാണ് അതിലുള്ളതെന്ന് തോന്നുകയില്ല. പിന്നെ മഷ്റൂം ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കാത്തതാണ് നല്ലത്, കാരണം കറുത്ത കളർ വരും. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ സമയത്ത് കട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്തായാലും അടിപൊളി ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.